ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയുടെ കഥയിലേക്കാണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ കഥയിലേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് 1857 വിപ്ലവം കഴിഞ്ഞ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ്, പിന്നീട് നമ്മെ താങ്ങി നിർത്തിയ ആത്മീയ ആചാര്യന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചുമൊക്കെയായിരുന്നു. ഏതാണ്ട് 1897 നമ്മുടെ ഇന്നത്തെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. 96 കാലഘട്ടത്തിലാണ് ഇന്നത്തെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1896 പ്ലേഗ് എന്ന മഹാമാരി ഇന്ത്യ ഒട്ടാകെ പടർന്നു പിടിക്കുന്നു. പ്രത്യേകിച്ച് പൂനെ, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിരൂക്ഷമായ രീതിയിൽ ഈ പ്ലേഗ് മരണം ഉണ്ടാകുന്നു. ആൾക്കാർ സഹികെട്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഓൾറെഡി പട്ടിണിയും പരിവട്ടവും ഒക്കെയാണ്, അതിൻ്റെ കൂടെ പ്ലേഗും കൂടെ ആയപ്പോൾ പറയാണ്ടിരിക്കുകയാണ് ഭേദം. അങ്ങനെ ആൾക്കാർ ആകെ സഹികെട്ട് വിഷമിച്ച് ഒരു നിവൃത്തിയുമില്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ബ്രിട്ടീഷുകാർ അതിൻ്റെ കൂടെ ഈ പ്ലേഗ് എന്ന് പറയുന്ന അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഹോസ്പിറ്റൽസ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഇംഗ്ലീഷുകാർക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന ഭടന്മാർക്കും അവിടുത്തെ ഓഫീസർമാർക്കും മാത്രമായിട്ട് അത് റിസർവ് ചെയ്തിരിക്കുകയാണ്. അവരൊക്കെ കൊടുത്ത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചികിത്സാ സംവിധാനവും മരുന്നും ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ഒരവസ്ഥയായിരുന്നു. അതിന് കൂടാതെ ഈ രോഗപ്രതിരോധനത്തിനും ഇതിൻ്റെ മറ്റു വർക്കുകൾക്കുമായിട്ട് ഡോക്ടർമാരെ നിയോഗിക്കുന്നതിന് പകരം ബ്രിട്ടീഷ് ഭരണകൂടം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരിവിടെ പട്ടാളത്തിന് ഇറക്കി വിടുവാണ്. പട്ടാളത്തിന് ഇറക്കി വിട്ടിട്ട് പട്ടാളം ചെന്ന് ഇതൊക്കെ ട്രീറ്റ് ചെയ്യുക, ആൾക്കാരുടെ അസുഖങ്ങളൊക്കെ നോക്കുക എന്നുള്ളത്. പട്ടാളം വന്ന് പല സ്ഥലങ്ങളിലും അടിമൂടി നാശം വരുത്തുന്ന ഒരു സിറ്റുവേഷനാണ് അവരുണ്ടാക്കിയിട്ട് പോകുന്നത്. അങ്ങനെ ആകെ മൊത്തം ഒരു പ്രോബ്ലമാറ്റിക് ആവുന്ന ഒരു ടൈമാണ്. ഈ സമയത്ത് വിക്ടോറിയ രാജ്ഞിയുടെ ഭരണ സമയത്തിൻ്റെ രജത ജൂബിലി ആഘോഷമോ മറ്റോ ഒരു വലിയ സെലിബ്രേഷൻ 75 ഇയേഴ്സോ മറ്റോ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു അവരെല്ലാം, ബ്രിട്ടീഷുകാരെല്ലാം തന്നെ. അവർക്ക് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഈ 1897 അവസാനം ഇവിടെ നിന്നുള്ള പ്രതിഷേധവും മറ്റുമൊക്കെ കണ്ടിട്ട് റാണ്ട് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസറെ ഇതിനു വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം നിയമിക്കുന്നു. ഈ പ്ലേഗ് ൻ്റെ പരിപാടികൾ നോക്കുന്നതിനും അത് മേൽനോട്ടം വഹിക്കുന്നതിനുമായിട്ട് ഒരാളെ നിയമിക്കുന്നു. റാൻഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഈ റാൻഡ് സാഹിബ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നിട്ട് ഈ നേരത്തെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇന്ത്യക്കാർക്ക് മര്യാദയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റും കിട്ടുന്നില്ലായിരുന്നു. അദ്ദേഹം വന്നിട്ട് അതിന് വീണ്ടും വേസ്റ്റ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വയ്ക്കുന്നു. അതായത് ഇംഗ്ലീഷുകാരുടെ വീട്ടിലേക്ക് പുത്തനായ ഡോക്ടർമാർ അലോക്കേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷുകാരുടെ വീട്ടിലേക്ക് അവർക്ക് കിട്ടാവുന്നതിനും അപ്പുറം ചികിത്സാ സംവിധാനങ്ങൾ കൊടുക്കുന്നു. പക്ഷേ അല്ലാതെ ലോക്കൽസ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഒരു ചികിത്സാ സംവിധാനവും കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന 1-2 ഡോക്ടർമാരെ കൂടെ എടുത്ത് ബ്രിട്ടീഷുകാരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു ഈ റാൻഡിൻ്റെ. അങ്ങനെ ആ സമയത്താണ് ഈ മഹാരാഷ്ട്ര ബേസ് ചെയ്ത് ബാലഗംഗാധര തിലക് വളരെ ശക്തനായ ഒരു നേതാവായിട്ട് ഉയർന്നു വരുന്നത്. അദ്ദേഹം കോൺഗ്രസ്സിലെ ഒരു തീവ്രവാദി പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഈ മിതവാദികളോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഒരടിക്ക് 2 അടി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ഈവൻ ഭഗവത്ഗീതയായിരുന്നു അദ്ദേഹത്തിൻ്റെ റെഫറൻസ്. അദ്ദേഹം പറയുന്നത്, നമ്മളെ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിൽ ഒരാൾ കയറി ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളവനെ എന്ത് ചെയ്യണം, നമ്മളവൻ്റെ അടുത്ത് ന്യായം പറയാൻ നിൽക്കണോ, നമ്മളവനൊരു അടി കൊടുക്കണോ എന്നുള്ളതായിരുന്നു, അടി കൊടുക്കണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ അപ്രോച്ച്. അങ്ങനെ ഈ റാൻഡ് പൂനെ നഗരത്തിലും ബോംബെ നഗരത്തിലും വലിയ കൊടിയ ദുരന്തം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അങ്ങനെ ഒടുക്കം ഈ റാൻഡിനെ വകവരുത്താനായിട്ട് 2 ഇന്ത്യക്കാർ തീരുമാനിക്കുന്നു. അവരുടെ പേരാണ് ചപേക്കർ സഹോദരന്മാർ, ചപേക്കർ ബ്രദേഴ്സ്. അപ്പോൾ ഈ ചപേക്കർ ബ്രദേഴ്സ് 1897 ജൂൺ 22 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിക്ടോറിയ രാജ്ഞിയുടെ സെലിബ്രേഷൻസും മറ്റുമൊക്കെ നടക്കുവാണ്. ഈ പൂനെ നഗരത്തിലുള്ള അവരുടെ ഗവൺമെൻറ് ഓഫീസുകളിലും മറ്റും അവരുടെ ഭരണത്തിൻ്റെ ജൂബിലി സെലിബ്രേഷൻസൊക്കെ നടക്കുവാണ്. അത് കഴിഞ്ഞ് സെലിബ്രേഷൻസിൻ്റെ പടക്കം പൊട്ടിക്കലും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് ഈ റാൻഡ് സാഹിബ് ഒരു വണ്ടിയിൽ കയറി, ഒരു കുതിരവണ്ടി കയറി പോവുകയാണ്. അദ്ദേഹത്തിന് തൊട്ട് മുമ്പേ അയണിസ്റ്റ് എന്നാണ് തോന്നുന്നു പേര്, അയണിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു ബ്രിട്ടീഷ് ഓഫീസർ മുന്നേ പോകും. 2 കുതിരവണ്ടികൾ പോവുകയാണ്. അപ്പോൾ കുതിരവണ്ടികൾ നേരെ സർക്കാർ ഓഫീസിൻ്റെ മതിൽ കടന്ന് വെളിയിൽ വന്നു. അപ്പോൾ നേരം നല്ല ഇരുട്ടിയിരുന്നു. കുറ്റാക്കൂരിട്ടാണ്, തെരുവിലൊന്നും അധികം തന്നെ ആരുമില്ല.
2 കുതിരവണ്ടികളും ഇടത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ടബേന്നൊരു സൗണ്ട് കേൾക്കുന്നു. ടബേന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ പൊട്ടിത്തെറിച്ച പോലെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. ഇത് എന്താണ് എന്ന് റാൻഡ് സാഹിബ് നോക്കുമ്പോൾ വീണ്ടും ടബേ ഒരു വെടിയും ഒച്ചയും ഒക്കെ ഉള്ള സൗണ്ടുകൾ ഒരുപാട് കേൾക്കുന്നു. അവസാനം ചുറ്റുപാടുമൊക്കെ ആൾക്കാർ കൂടിയപ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത്. ഒന്ന് അയണിസ്റ്റ് എന്ന് പറയുന്ന ആ ഓഫീസർ കൊല്ലപ്പെട്ടിരിക്കുന്നു. റാൻഡ് ഓൾമോസ്റ്റ് വെടിയേറ്റ് മരിക്കുന്ന നിലയിലാണ്, ജീവൻ പോയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെല്ലാം കൂടെ എടുത്ത് റാൻഡിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. 10 ദിവസം കഴിഞ്ഞ് റാൻഡ് അവിടെ വെച്ച് മരണപ്പെടും. അപ്പോൾ അങ്ങനെ മരണപ്പെടുമ്പോൾ പിന്നീട് ഇത് അന്വേഷിക്കുന്നു, പോലീസുകാർ വരുന്നു. അത് വലിയ ഓഫീസറാണല്ലോ. ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കും ചബേക്കർ ബ്രദേഴ്സ് എന്നുള്ള ചബേക്കർ സഹോദരന്മാരാണ് ഇതിൻ്റെ പുറകിലെന്ന് ഇവർക്ക് പോലീസുകാർക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെ അവരെ പിടിക്കാനായിട്ട് വലിയ ശ്രമം നടത്തുന്നു. അപ്പോൾ ബാലഗംഗാധര തിലകൻ്റെ അനുകൂലികളായിരുന്നു ഈ ചബേക്കർ സഹോദരന്മാർ. ബാലഗംഗാധര തിലകന് ഈ വിഷയമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. ചബേക്കർ സഹോദരന്മാർ സ്വന്തമായിട്ടായിരുന്നു ഈ ഡിസിഷൻ എടുത്തത്. അങ്ങനെ 3 സഹോദരന്മാർ, 2 പേര് ശരിക്കും പറഞ്ഞാൽ ദാമോദർ ചബേക്കറും ബാലകൃഷ്ണ ചബേക്കറും. ഇതിൽ അയണിസ്റ്റ് എന്ന് പറയുന്ന ആ ഓഫീസറെ വധിക്കാൻ അവർക്ക് പ്ലാൻ ഇല്ലായിരുന്നു. റാൻഡിനെ വധിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഇരുട്ടിൻ്റെ ഇടയിൽ കൺഫ്യൂഷനായിട്ട് മാറിപ്പോയി. അപ്പോൾ ആദ്യം ബാലകൃഷ്ണ ചബേക്കർ അയണിസ്റ്റിനെ വെടിവെക്കുന്നു. അത് കഴിഞ്ഞ് ആൾ മാറിപ്പോയി എന്ന് വിളിച്ചു പറയുമ്പോൾ ദാമോദർ ഇറങ്ങി വെടിവെക്കുന്നു. ഒരു ബാക്കപ്പ് പ്ലാനോടെയാണ് പോയിരിക്കുന്നത്. ഇറങ്ങി വെടിവെക്കുന്നു. അങ്ങനെയാണ് റാൻഡ് മരണപ്പെടുന്നു. ഇവർക്ക് വേണ്ടി പോലീസ് പൂനെ നഗരം ഒട്ടാകെ അരിച്ച് പുറക്കുന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നു. അവസാനം അവരെ പിടിക്കപ്പെടുമ്പോൾ ഗണേഷ് ദ്രാവിഡ് എന്ന പേരുള്ള ഒരു കൂട്ടുകാരനാണ് ഇവരെ ഒറ്റുകൊടുക്കുന്നത്. പോലീസിൻ്റെ ഇനാം ഇവർക്ക് ബൗണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ബൗണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ ഒറ്റുകൊടുക്കുന്നത് ഈ ഗണേഷ് ദ്രാവിഡാണ്. പക്ഷേ അദ്ദേഹത്തിന് ബൗണ്ടി വാങ്ങിക്കാനുള്ള യോഗം ഉണ്ടായില്ല. കാര്യം ചബേക്കർ സഹോദരനിൽ 3ാമനായ വസുദേവ് ചബേക്കർ ഈ ഗണേഷ് ദ്രാവിഡിനെ വധിക്കും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. പിന്നീട് വസുദേവ് ചബേക്കറിനെയും ജയിലിൽ പിടിച്ചിടും. ആ അമ്മയ്ക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ദാമോദർ ചബേക്കർ, ബാലകൃഷ്ണ ചബേക്കർ, വസുദേവ് ചബേക്കർ. അങ്ങനെ ഇവർ 3 പേരും ജയിലിലാവുന്നു. ജയിലിലായിട്ട് അവർ 3 പേരെയും ബ്രിട്ടീഷ് കോടതി തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കുന്നു. അങ്ങനെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കുമ്പോഴും വളരെ ഒരു പേടിയും ഇല്ലാതെ വളരെ സ്വാഭാവികമായി ബിഹേവ് ചെയ്ത് അന്ന് രാവിലെ തൂക്കിക്കൊല്ലാനായിട്ട് വരുന്ന ഓഫീസറുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, താങ്കൾ എന്താണ് പേടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു തരത്തിലായിരുന്നു ദാമോദർ ചബേക്കറുടെയൊക്കെ പെരുമാറ്റം. ഈ വസുദേവ് ചബേക്കറിനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അത് എല്ലാ 3 പേരെ ഒരുമിച്ചല്ല കൊല്ലുന്നു. 1.5 വിട്ടുള്ള ദിവസങ്ങളിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും ഇളയ ആളാണ്. ഞാൻ മരണപ്പെടുന്നത് എൻ്റെ ചേട്ടന്മാർക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ദയവായി സാധിക്കുമെങ്കിൽ ഞങ്ങളെ 3 പേരെയും ഒരേ നാൾ നിങ്ങൾ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടം അത് കേട്ടില്ല. 3 സഹോദരന്മാരെ 1.5 വിട്ടുള്ള ദിവസങ്ങളിൽ തൂക്കിക്കൊല്ലുന്നു. പൂനെയിൽ തന്നെ താമസിക്കുകയായിരുന്നു അവരുടെ അമ്മ. ആ അമ്മയുടെ ഹൃദയം തകർന്നു പോകുന്ന രീതിയിലായിരുന്നു ഈ സംഭവം. കാര്യം 3 മക്കളേ ഉള്ളൂ. 3 മക്കളും രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം നടത്തിയവരാണ്. അങ്ങനെ ഈ ബാലഗംഗാധര തിലക് എന്ന് പറയുന്ന നേതാവിൻ്റെ സ്വരം വളരെ ആക്റ്റീവായി ഈ വിഷയത്തിലൂടെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാലഗംഗാധര തിലകിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുമായിട്ട് യാതൊരുവിധ അസോസിയേഷനും ഇല്ലായിരുന്നു. അവസാനം ബ്രിട്ടീഷുകാർക്കിടയിൽ തന്നെയുള്ള വലിയ പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ ബാലഗംഗാധര തിലകിന് വേണ്ടി സംസാരിക്കുകയും നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് കണ്ട് പോലീസ് അദ്ദേഹത്തിനെ വെറുതെ വിടുകയായിരുന്നു. പക്ഷേ ഈ ഈവൻ്റ് എല്ലാം ബൽവന്ത് റായ് പതാക്കെ, ചബേക്കർ സഹോദരന്മാർ ഇവരെല്ലാം വളരെ ശക്തമായൊരു സൂചന ഇന്ത്യൻ സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുകയായിരുന്നു. നമ്മൾ ഇന്ത്യക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഇവിടെ നിന്ന് കെട്ടി ഓട്ടിക്കാൻ പറ്റും, നമുക്ക് തിരിച്ചടിക്കാൻ സാധിക്കും എന്നുള്ള ചിന്താഗതി 50 വർഷങ്ങൾക്കിപ്പുറം വളരെ ശക്തമായി നമ്മുടെ ഉള്ളിൽ വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഏടുമായിട്ട് വരുന്നവരേക്കും ബൈ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.